കുട്ടിമണിയെ രാഹുലിന്റെ ഒപ്പം വിടുന്നതിനെ ഡോക്ടർ ലൈല എതിർക്കുന്നു. കുട്ടിമണിക്ക് വേണ്ടി മനസ്ജൻ മതികലിയുടെ സിം കാർഡും മെമ്മറി കാർഡും തിരികെ നൽകാൻ നിർബന്ധിതനാകുന്നു. ആശുപത്രിയിലെത്തിയ വല്യേട്ടനെയും കുട്ടിമണി തിരിച്ചറിയുന്നു. മതികലയുടെ ആഗ്രഹം നടപ്പിലാക്കാൻ സഞ്ജുവും ബാസ്റ്റനും കുട്ടിമണിയെ തട്ടിക്കൊണ്ടുപോകാനെത്തുന്നു. കുട്ടിമണിയെ കാണുവാനില്ല എന്ന കാര്യം ഡോക്ടർ ലൈല മനസ്ജനോട് പറയുന്നു. കുട്ടിമണിയെ കാണുവാനില്ല എന്നറിയുന്ന സുഭദ്ര ബോധം കെട്ട് വീഴുന്നു. മനസ്ജനും പിച്ചളയും മതികലയെ കാണാൻ ആശുപത്രിയിലെത്തിയെങ്കിലും കുട്ടിമണിയെക്കുറിച്ച് അറിയാൻ കഴിയുന്നില്ല. കുട്ടിമണിയെ കാണാതായതുമായി ബന്ധപ്പെട്ട് സഞ്ജുവും ബാസ്റ്റനും അറസ്റ്റിലാകുന്നു. തുടർന്ന് കാണുക. കുട്ടിമണി എവിടെയാണെന്ന് പോലും അറിയാതെ ഞാൻ ഈ വയലൊരു മണി തളർന്നു നിൽക്കുമ്പോഴും നിനക്ക് വലുതിവിടെ ചോറൂണാണോ സീതേ? എങ്കിൽ കേട്ടോ, എല്ലാരും സന്തോഷമായിട്ട് ഈ വയലൊരു വീട്ടിലെത്തുന്ന ഒരു ദിവസം അന്നേ നടക്കൂ കുഞ്ഞുമണിയുടെ ചോറൂണ്. അതിന്റെ പേരിൽ ആര് പട്ടിണി കിടന്നാൽ എനിക്കൊന്നുമില്ല. എല്ലാവരും സന്തോഷമായിട്ട് വയലോരം വീട്ടിൽ എത്തുന്ന ദിവസം എന്ന് പറയുമ്പോൾ വരുന്നവരുടെ കൂട്ടത്തിൽ കുട്ടാപ്പവും ഉണ്ടാവുമായിരിക്കും അല്ലേ? എന്താ സംശയം? നമ്മുടെ മോൻ നാളെ തന്നെ ഇവിടെ എത്തും. ഞാൻ പോയി കൊണ്ടുവരും. അവനെ നമുക്ക് കൈമാറാനുള്ള നടപടികളൊക്കെ പൂർത്തിയായി കഴിഞ്ഞു. കുട്ടിമണിയെ കണ്ടെത്തി തരാന്ന് മുംതാസ് മാഡം എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. അവളും കൂടി വന്ന രണ്ട് കുഞ്ഞുങ്ങളുടെയും ചോറൂണ് ഒരുമിച്ച് നടത്താം. അത് നടക്കില്ല ബാലേട്ട, ഞാൻ സമ്മതിക്കില്ല. ആ കുഞ്ഞും ഞാൻ ഒരു മേൽക്കൂരയ്ക്ക് കീഴിൽ ഒരുമിച്ച് താമസിക്കില്ല. സീതേ, പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് ഉറപ്പായി, മിക്കവാറും ഇന്നത്തെ രാത്രി ഈ വീട്ടിൽ എന്റെ അവസാനത്തേതായിരിക്കും. എന്റെ കുഞ്ഞു വിശന്നുറങ്ങിക്കോ, അമ്മയുണ്ട് കൂടെ. കുട്ടുവിനെ കാണാതായിട്ട് ഒരു പകലും രാത്രിയും കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ ഇനി എന്താ പിച്ചള ചെയ്യേണ്ടത്? എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവും. ബായി ഒന്ന് സമാധാനായിട്ടിരിക്കും. സമാധാനോ? രാത്രി മുഴുവൻ ഒരു പോളെ കണ്ണടയ്ക്കാതെ ചുട്ടുപഴുത്തിരിക്കുക കണ്ണും മനസ്സും. അപ്പോഴാ സമാധാനം. എന്ത് കണ്ടിട്ടാ പിച്ചള ഞാൻ സമാധാനിക്കേണ്ടത്? എന്താ മാഷ് ഭായ്? എന്നിട്ട് ശരി ശരി, ഞങ്ങൾ കണ്ടുപിടിച്ചോളാം. മനസ്സജമ്പായി, ഇന്നലെ രാത്രി എപ്പോഴാ ബായ് ഇവിടുന്ന് വീട്ടിലെത്തിയത്? രാവിലെ രാഹുലിന്റെ വിവരം അറിയാൻ മഹേഷ് ഭായ് ചെന്നപ്പോഴേക്കും അവൻ കുളിച്ചൊരുങ്ങി പുറപ്പെടുന്ന കാഴ്ച കണ്ടു. കുട്ടിമണി കിടന്ന ആശുപത്രിയിലേക്കാണ് ഇത്ര അവൻ പോയത്. അപ്പൊ ലൈല ഡോക്ടറുടെ മുമ്പിൽ നിരപരാധി ചമഞ്ഞ് നാടകം കളിക്കാനാവും അവന്റെ പോക്ക്. നമുക്ക് പുറപ്പെടാൻ പറ്റില്ലേ? അതിനു മുമ്പ് ഡോക്ടറെ വിളിച്ചൊരു മുന്നറിയിപ്പ് കൊടുത്തേക്കാം. നമുക്ക് മുന്നേ അവൻ എത്തിയാൽ അവിടെ പിടിച്ചു നിർത്താൻ പറയാം. വിളിക്ക് ഭായ്. നമസ്കാരം. സീത അപ്പച്ചിയമ്മയൊന്നും വന്നില്ലേ ബാല? ഇല്ല. അച്ഛനും അമ്മയും വന്ന് ഒപ്പിട്ട് വാങ്ങുന്നതാ ഇതിന്റെ ഒരു ശരി. പക്ഷേ SP സാറ് നേരിട്ട് വിളിച്ചു പറഞ്ഞതുകൊണ്ടാ ഞാൻ ഈ അഡ്ജസ്റ്റ്മെന്റിന് സമ്മതിച്ചത്. ഞങ്ങൾ എത്ര പറഞ്ഞിട്ടും ഈ കുഞ്ഞിന്റെ അമ്മയാണെന്ന് വിശ്വസിക്കാൻ എന്റെ മോള് തയ്യാറാവുന്നില്ല സാറേ. അപ്പോ സ്വന്തം വീട്ടിലെത്തിയാലും കുട്ടാപ്പുവിന്റെ സ്ഥിതി പരിതാപകരമാണെന്ന് സാരം. ഒരിക്കലും അല്ല. അവന്റെ അമ്മയൊഴികെ എല്ലാവരും കാത്തിരിക്കും അവിടെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. ഞാൻ അവന്റെ മുത്തശ്ശിയാ. ശരി, നിങ്ങളിവിടെ വെയിറ്റ് ചെയ്യാ, ഞാൻ കുഞ്ഞിനെ കൊണ്ടുവരാം. സീത വലിയ പ്രശ്നമുണ്ടാക്കും. ആ നിമിഷത്തെ എങ്ങനെ നേരിടണമെന്ന് എനിക്കൊരു എത്തും പിടി കിട്ടുന്നില്ല. മോനെ, ഞാൻ കൊണ്ടുപോയിക്കോളാം കുട്ടാപ്പൂനെ. കുറച്ചു ദിവസം ഞാൻ അവനെ നോക്കിക്കോളാം. ഏയ്, അതൊന്നും ശരിയാവില്ല. മാസങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവില അവനെ ഇപ്പൊ തിരിച്ചു കിട്ടുന്നത്. ഇനി ഞാൻ അവനെ എന്റെ നെഞ്ചിന്റെ ചൂടിൽ നിന്നും എങ്ങോട്ട് മാറ്റി നിർത്തില്ല. ഞാൻ പറയുന്ന ഒന്ന് കേക്കു മോനെ. ഇപ്പോഴത്തെ സാഹചര്യത്തില് കുട്ടാപ്പൂനെ കൊണ്ട് ചെന്ന് സീതയെ പിണക്കാതിരിക്കുന്ന നല്ലത്. അപ്പച്ചിയമ്മ ആശുപത്രിയിലായ സ്ഥിതിക്ക് നിങ്ങൾ രണ്ടുപേരും കൂടി കുഞ്ഞിന്റെ പേരിൽ സ്ഥിരം വഴക്കിടും. ഏയ്, അമ്മ അതോർത്ത് വിഷമിക്കൊന്നും വേണ്ട. കുട്ടാപ്പ് വരുന്ന കാര്യം അറിഞ്ഞതോടെ അപ്പച്ചിയമ്മയുടെ തളർച്ചയൊക്കെ മാറിയെന്നാ ഡോക്ടർ പറഞ്ഞത്. അല്ല, മിക്കവാറും നമ്മൾ വയലോരം വീട്ടിലെത്തുമ്പോഴേക്കും അപ്പച്ചിയമ്മ അങ്ങ് വരും. ഇതൊക്കെ നീ എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയുന്ന. ആശുപത്രിക്കാർ അങ്ങനെയൊന്നും വിടില്ല. അത് അല്ലമ്മേ, വിടും. രോഗികളെ പരമാവധി വീട്ടിൽ തന്നെ ചികിത്സിക്കണമെന്ന അഭിപ്രായക്കാരിയാ ലൈല ഡോക്ടർ. കുട്ടിമണിയെ തന്നെ വയലോരം വീട്ടിലേക്ക് കൊണ്ടുപോകാൻ അവർ സമ്മതിച്ചില്ലേ? കുട്ടിമണിയുടെ ഒരു വിവരവും ഇല്ല അല്ലേ മോനെ? ഒരു വിവരവും ഇല്ല.
ഇന്നലെ നടത്തിയ അന്വേഷണം മുഴുവൻ പാളിപ്പോയെന്നാ സിജൻ പറഞ്ഞത്. ആകപ്പാടെ പ്രതീക്ഷയുള്ളത് മുംതാസ് മേഡത്തിന്റെ വാക്കില്ല. ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ അവളെ വയലോരം വീട്ടിലെത്തിക്കാന്ന വാക്ക്. ഒരു വശത്ത് അനുഗ്രഹം ചൊരിയുമ്പോൾ മറുവശത്ത് വിഷമിപ്പിക്കും. മനുഷ്യർക്കെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ദൈവത്തെ മറക്കുമെന്ന് സർവേശ്വരനറിയാം. ദൈവത്തിന് ആരെങ്കിലും വിഷമിപ്പിക്കണം തോന്നുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് ബാലന്റെ പേരാ. മനസമാധാനം ഇല്ലാതായിട്ട് വർഷങ്ങൾ കഴിഞ്ഞു. സുഖം സ്വസ്ഥത എന്നൊക്കെ പറയുന്നത് വയലോരം വീട്ടിലെ ബാലേന്ദ്രന്റെ നിഘണ്ടുവിൽ നിന്ന് പണ്ടേ എടുത്തു കളഞ്ഞ വാക്കുകളാ. കുട്ടാപ്പു മോനെ, പൊന്നു മോനെ, കുട്ടാപ്പു മോനെ, ഇനി നിന്നെ അച്ഛൻ ആർക്കും കൊടുക്കില്ലടാ. പാവം കുഞ്ഞ് ഈ പ്രായത്തില് എന്തൊക്കെ ദുരിതങ്ങൾ അനുഭവിച്ചു. അമ്മയുടെ മുലപ്പാല് കുടിക്കാനുള്ള ഭാഗ്യം ഇവനുണ്ടായില്ലല്ലോ. അതിനിയും ഉണ്ടാവാൻ സാധ്യതയില്ലെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? നീ കുട്ടാപ്പൂനെ ഒന്നിങ്ങ് തന്നേ. വാ മോനെ, നിനക്ക് ഓർമ്മയുണ്ടോ എന്തോ, നകുലം കൊണ്ടുവന്നപ്പോ 2 ദിവസം ഞാനാ നിന്നെ നോക്കിയത്. കള്ളൻ മറന്നു. അതുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് എല്ലാം സോൾവ് ചെയ്തോ? അതോ ഇനിയും വഴക്കും ബഹളവും ആവുമോ? ഇനി ആര് വഴക്കിന് വന്നാലും എനിക്ക് പേടിയില്ല. ധൈര്യത്തോടെ നേരിടും. വരുന്നവരെല്ലാം വരട്ടെ. വയലോരം വീട്ടിലെ ബാലേന്ദ്രന്റെ മകനെ തൊട്ട എന്താ നടക്കുന്നതെന്ന് അപ്പൊ കാണാൻ എല്ലാവർക്കും. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് വരണം. ആർക്കും വേണ്ടാത്ത ഇവിടുത്തെ കുറെ കുഞ്ഞുങ്ങൾക്ക് ഇവന് ജീവനായിരുന്നു. ഇന്നലെ മുതൽ എല്ലാവരും വലിയ സങ്കടത്തിലാ. ഞങ്ങൾ വരാം മാഡം. ഓ ശരി, ഞാൻ പോയി കുട്ടാപ്പൂന്റെ ഡ്രസ്സെല്ലാം എടുത്തിട്ട് വരാം. ആ. ഇവനെയും കൊണ്ട് വീട്ടിലേക്ക് പോവാന്നുള്ള തീരുമാനത്തിന് മാറ്റമില്ലെങ്കിൽ ഞാനും വരാം നിന്റെ ഒപ്പം. ഞാനിത് അമ്മയോട് പറയാനിരിക്കായിരുന്നു. പക്ഷെ ഒരിക്കലും ഇറങ്ങിപ്പോവാൻ പറഞ്ഞിട്ട് പിന്നെങ്ങനെ വീണ്ടും ക്ഷണിക്കാന്ന് ഒരു ചമ്മലുണ്ടായിരുന്നു. അതുകൊണ്ട് പഠിച്ചതാ. അതൊന്നും സാരമില്ല മോനെ. നിന്റെ ദേഷ്യം നാത്തൂനോടും നകുലിനോടും ആയിരുന്നെന്ന് എനിക്കറിയാം. അതുകൊണ്ടല്ലേ കുട്ടാപ്പൂനെ കൊണ്ടുവരുന്ന കാര്യം അറിഞ്ഞ ഉടനെ ഞാനിങ്ങോട്ട് പോന്നത്. അമ്മമാരെന്ന് വെച്ചാൽ നന്മ മരങ്ങളാ. അതിന്റെ തണലില്ലെങ്കിൽ ഈ ലോകത്തിൽ ആർക്കും പിടിച്ചു നിൽക്കാനാവില്ല. ഈ നേരത്തെ അപ്പച്ചമ്മയ്ക്ക് പകരം താങ്ങായി അമ്മയുണ്ടായില്ലേ? ഒരുപാട് നന്ദിയുണ്ട്. ഇത്രയും നേരം കുട്ടാപ്പൂനെ നീ തിരിച്ചു ചോദിച്ചില്ലല്ലോ. ഈ മുത്തശ്ശിക്ക് അവനെ എടുക്കാൻ പറ്റിയല്ലോ. മോർണിംഗ്. അമ്മ മനസ്സിനെ നീ ഒരുപാട് പുകഴ്ത്തി. എന്റെ ഉള്ളിൽ തോന്നിയ ഒരു കാര്യം കൂടി ഞാൻ നിന്നോട് പറഞ്ഞോട്ടെ. പറഞ്ഞോമ്മേ. നകുലം വീണ്ടും ബഹളം വയ്ക്കാൻ വന്നപ്പോ നീ പറഞ്ഞ ഒരു കാര്യം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. കുട്ടാപ്പൂനെ കൊണ്ടുവന്നതിന്റെ പേരില് നിനക്ക് എന്നും അവനോട് കടപ്പാടുണ്ടെന്ന്. ആത്മാർത്ഥമായിട്ട് തന്നെ ഞാനത് പറഞ്ഞത്. കടപ്പാടുണ്ടമ്മേ. പക്ഷേ നകുൽ ഒരു തരത്തിൽ വഴങ്ങുന്നില്ലെന്ന് വെച്ചാൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ പറയുന്നത് നീയൊന്ന് കേക്ക്. നീ അവനെ തനിച്ചു പോയെന്ന് കാണും. വഴക്കും വക്കാണോ ഒന്നും ഇല്ലാതെ സംസാരിച്ചാ അവന്റെ മനസ്സ് മാറ്റിയെടുക്കാം. സ്നേഹത്തിന്റെ ഭാഷ നിനക്ക് നന്നായി അറിയുകയും ചെയ്യാം ബാല. ശ്രമിക്കാം. നമുക്കെന്തായാലും ഇറങ്ങാമേ. ആ പോടാ മോനെ. എവിടെയാടാ എന്റെ കുട്ടു? ഓഹോ, ഈ ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിക്കേണ്ട ചോദ്യമല്ലേ? അതിനു മുമ്പ് തിരിച്ചു ചോദിച്ച് നിങ്ങൾ മാനിയാൻ ശ്രമിക്കണം. നീ അറിയാതെ എന്റെ കുട്ടി എവിടെയും പോവില്ല. എവിടെയാടാ അവള്? വിടാനാ പറഞ്ഞത്. നിങ്ങൾ ആ കുട്ടിമണിയെ തട്ടിക്കൊണ്ടുപോയത്. തോന്നിയാസം പറഞ്ഞ നിന്നെ നാവരിഞ്ഞ് താഴെയിടും ഞാൻ. എന്റെ കുട്ടുവിനെ തട്ടിക്കൊണ്ടുപോകാനുള്ള ആവശ്യം എനിക്കെന്താടാ? ഇന്നലെ രാവിലെ അവളെ വയലോരം വീട്ടിലേക്ക് കൊണ്ടുപോകാനിരിക്കുമായിരുന്നു. വയലോരം വീട്ടിലെത്തിയാൽ അവളുടെ അവശേഷിക്കുന്ന ഓർമ്മ കൂടി തിരിച്ചു കിട്ടിയാനെ. പിന്നെ ഞാനെന്തിനാടാ അവളെ തട്ടിക്കൊണ്ടുപോകേണ്ടത്? കഥകളൊന്നും എനിക്കറിയില്ലെന്ന് നിങ്ങൾ കരുതണ്ട. കുട്ടിമണിയെ വയലോരം വീട്ടിലെത്തിക്കേണ്ടത് നിങ്ങളുടെ അല്ല, എന്റെ ആവശ്യമായിരുന്നു. കുട്ടിമണി വീട്ടിലെത്തിയ കുഞ്ഞേട്ടനും സീതയിച്ചും ചേർന്ന് ഞങ്ങളുടെ വിവാഹം നടത്തി തന്നേനെ. ഇതൊക്കെ നിന്റെ അതിമോഹ രാഹുലമ്പായി. ഒരു കാലത്തും കുട്ടിമണിപ്പങ്ങൾ നിന്റെ സ്വന്തമാകാൻ പോകില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്.
കൂടുതൽ സംസാരിക്കേണ്ട കാര്യമില്ല പിച്ചളെ. ഒരൊറ്റ ചോദ്യം കൂടി, അതിന് വ്യക്തമായ ഉത്തരം നീ തരണം. ഇന്നലെ പകല് മുഴുവൻ നീ എവിടെയായിരുന്നു? അത് അതെ, തൃപ്തികരമായൊരു മറുപടി ഉണ്ടോ നിന്റെ പക്കൽ? ആ ഉണ്ട്. പക്ഷെ ഞാനെന്തിനാ അത് നിങ്ങളടുത്ത് പറയുന്നേ? എന്നെ ചോദ്യം ചെയ്യാൻ നിങ്ങൾ ആരാ? സഞ്ജുവും ബാസ്റ്റിനും നീയും ചേർന്ന കുട്ടുവിനെ കടത്തിയതെന്ന് എനിക്കറിയാം. സഞ്ജുവും ബാസ്റ്റിനും പോലീസിന്റെ പിടിയിലായതോടെ നിക്കക്കള്ളിയില്ലാതായിട്ടാ നീ ഇന്നലെ രാത്രി വീട്ടിലേക്ക് മടങ്ങിയെത്തിയത്. ലൈല ഡോക്ടറോട് തട്ടിക്കേറി നിന്റെ നിരപരാധിത്വം തെളിയിച്ചിട്ട് കുട്ടുവിന്റെ അടുത്തേക്ക് മടങ്ങാനായിരുന്നില്ലാണ് നിന്റെ പ്ലാൻ. കൊള്ളാം. ഇതെല്ലാം നിങ്ങളങ്ങ് കണ്ടുപിടിച്ച് കളഞ്ഞല്ലോ. മിടുക്കൻ. അല്ല, ഇനിയിപ്പോ ഞാൻ കുട്ടിമണി എവിടെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നതെന്ന് കൂടെ കണ്ടുപിടിച്ചാൽ മതിയല്ലോ. ഒരു കാര്യം ചെയ്യും, ഇനി അതും കൂടെ അങ്ങ് തനിയെ കണ്ടുപിടിച്ചാൽ മതി. നീ ഇന്നലെ എവിടെയായിരുന്നു എന്ന് എന്നോട് പറയാനല്ലേ നിനക്ക് മടിയുള്ളൂ? ചോദിക്കേണ്ടവർ ചോദിച്ചാ നിനക്ക് സമാധാനം പറഞ്ഞല്ലേ പറ്റുള്ളൂ. നീ എന്തൊക്കെയാ ഒളിപ്പിച്ചിരിക്കുന്നത് നിന്റെ മുഖത്ത് വ്യക്തമാടാ. രാഹുല, ദേ ഞാൻ മുംതാസ് മാഡത്തെ വിളിക്കാൻ പോവാ. ബാക്കി മാഡം തന്നെ നിന്നോട് ചോദിച്ചോളൂ കേട്ടോ. ഓ ശരി, മാഡം വിളിച്ചാ ഞാൻ ആ നിമിഷം സ്റ്റേഷനിൽ ഹാജരായിക്കൊള്ളാം. അതുവരെ ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ കാണും. ശരി. ഹലോ കുഞ്ഞേട്ടാ, ഞാൻ അങ്ങോട്ട് വിളിക്കാനിരിക്കായിരുന്നു. ഇന്നലെ രാവിലെ മുതൽ കുട്ടിമണിയെ ആശുപത്രിയിൽ കാണാനില്ല. അറിഞ്ഞു രാഹുല, ഞാൻ അന്വേഷിക്കുന്നുണ്ട്. നീ സമാധാനമായിട്ടിരിക്കെ. കുട്ടിമണിയെ നമ്മൾ കണ്ടെത്തും. അവളെ കണ്ടെത്തി വയലോരം വീട്ടിലെത്തിക്കേണ്ടത് നീയാ. എങ്കിലേ ബാലേട്ടനും അപ്പച്ചമ്മയ്ക്കും നിന്നോടുള്ള അകൽച്ച മാറും. ശരിയായിരിക്കാം, പക്ഷെ ഞാൻ എങ്ങനെ അവളെ കണ്ടെത്തുന്നത്? അധികം വൈകാതെ ഞാൻ അവളിലേക്ക് എത്തും രാഹുല. എനിക്ക് വേണ്ടി ജോലി ചെയ്യുന്നത് മുംതാസിന്റെ ഉണക്ക പോലീസല്ല, ചുണക്കുട്ടികളാ. നീ ഒരു കാര്യം ചെയ്യ്, എൻ്റെ അടുത്തേക്ക് വാ. അല്ല, കുഞ്ഞേട്ടൻ ഇപ്പൊ എവിടെയാ? ഞാനിപ്പോ ബാംഗ്ലൂരുണ്ട്. ശരി കുഞ്ഞേട്ടാ, ഞാനെത്താം. ശരി. മുൻവശത്തെ വാതിൽ തുറന്നിട്ടിട്ട് നീ ഇവിടെ വന്നിരുന്ന് പച്ചക്കറി അരിയുകയാണോ? വല്ല കള്ളന്മാരും കയറിയാൽ അറിയില്ലല്ലോ മോളെ. പാവ അപ്പച്ചമ്മ ആശുപത്രി തന്നെയല്ലേ? ഓരോ ദുർവിധി, അല്ലാതെന്താ. കുട്ടിമണി മിക്കവാറും ആശുപത്രിയിൽ നിന്ന് ഒളിച്ചോടിയതായിരിക്കും അല്ലേ മോളെ? എനിക്കറിയില്ല. ഏതോ ബ്രാഹ്മണ ചെറുക്കനുമായി പ്രേമത്തിലായിരുന്നെന്നോ രവിക്കും നിനക്കുമൊക്കെ മനസ്സിനേക്കാൾ താല്പര്യം അവനോടാണെന്നൊക്കെ കേട്ടു. നേരാണോ മോളെ? അമ്മായി, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇവിടെ പല പ്രശ്നങ്ങളും ഉണ്ടാവും. അതൊക്കെ അറിഞ്ഞ് അമ്മായി അരുന്ധതിയൊക്കെ ഇവിടെ ഒരുപാട് മുതലെടുപ്പിനും ശ്രമിച്ചിട്ടുണ്ട്. ഇനി അത് വേണ്ട. നിങ്ങളോട് കൊതിയും നുണയും പറഞ്ഞിരിക്കാൻ എനിക്കൊരു താല്പര്യമില്ല. എനിക്കറിയാം, നിനക്കും ബാലനും ഒന്നും ഈ അമ്മായി മനസ്സ് മനസ്സിലാവില്ലെന്ന്. നിന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നവളായി ഈ അമ്മായി. അതെനിക്കറിയാം. എന്തായാലും ഇനി ആ അമ്മായി മനസ്സധികം നോവണ്ട. നിങ്ങളുടെ വേദന കാണാൻ എനിക്ക് താല്പര്യമില്ല. സമ്മതിച്ചു, നീ എൻ്റെ വേദന കാണണ്ട. പക്ഷേ എനിക്ക് നിന്റെ വേദന കാണാതിരിക്കാൻ പറ്റില്ലല്ലോ. എനിക്കിപ്പോ ഒരു വേദനയില്ല. ദേ, ബാലേട്ടൻ വരുമ്പോഴത്തേക്കും അമ്മായി ഇവിടെ കണ്ടാൽ ദേഷ്യം വരും. അതിനു മുമ്പ് പൊയ്ക്കും. ബാലൻ വരുമ്പോ കൂട്ടത്തിൽ ആരുണ്ടാവുമെന്ന് നിനക്കറിയാവോ? അറിയാം. കുട്ടാപ്പൂനെ എഴുന്നള്ളിച്ചോണ്ട് വരാനാ ബാലേട്ടൻ പോയിരിക്കുന്നത്. അതറിഞ്ഞിട്ടാണോ മോളെ നീ ഇവിടെ ഇരുന്ന് സമാധാനമായിട്ട് പച്ചക്കറി എരിയുന്നത്? വയലോരം വീട്ടിലെ എൻ്റെ അവസാനത്തെ ദിവസമായത്. ഒരു ഭാര്യ എന്ന നിലയിൽ എൻ്റെ കടമകൾ പൂർത്തിയാക്കിയാൽ മതിയാവും. അടുക്കളയിൽ ചോറും സാമ്പാറും റെഡിയാ. ഒരവിയലും മെഴുക്കുരട്ടിയും കൂടി വെക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതിനായി പച്ചക്കറി അരിയുന്നത്. പാചകം പൂർത്തിയാക്കാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പില്ല. കുട്ടാപ്പൂ ഇവിടെ എത്തിയ ആ നിമിഷം ഞാൻ മോളെ കൊണ്ട് ഇവിടെ നിറഞ്ഞു. അച്ചാറിരിപ്പുണ്ട്. സാമ്പാറും കൂട്ടി ബാലേട്ടൻ ഊണ് കഴിക്കട്ടെ. കുഞ്ഞുമണി മോളെ കൊണ്ട് നീ എങ്ങോട്ട് പോകും? എൻ്റെ വീട്ടിലേക്ക്. അവിടെ അഭയം കിട്ടിയില്ലെങ്കിൽ എന്താ വേണ്ടെന്ന് അപ്പം ആലോചിക്കാം. എങ്കിൽ ഇപ്പോഴേ ആലോചിച്ചോ മോളെ. നിന്നെ നിന്റെ അമ്മ സ്വീകരിക്കാൻ പോണില്ല. നിനക്കറിയാവോ, നാത്തൂൻ അനാഥാലയത്തിൽ പോയിരിക്കുക കുട്ടാപ്പുവിനെ സ്വീകരിച്ച് ആനയിക്കാൻ. പോകല്ലേ പോകല്ലേ നീ അമ്മായി കാല് പിടിച്ച് കരഞ്ഞതാ മോളെ. നിന്റെ അമ്മ കേട്ടില്ല.
നിന്നേക്കാൾ വലുതാ കുട്ടാപ്പിന്നും പറഞ്ഞ് ഇറങ്ങിയൊരൊറ്റ പോക്ക്. എനിക്ക് പിന്നെ അവിടെ ഇരിപ്പുറയ്ക്കുമോ? ഭയങ്കര വിഷമം. നിന്നെയും കുഞ്ഞുമണി മോളെ ഓർത്ത്. നിന്റെ അമ്മാമ്മ അറിയാമ്പോൾ ഞാനിങ്ങ് പോന്നു മോളെ. എൻ്റെ കുട്ടിക്ക് ഇവിടെ വേറെ ആരാ ഒരു തുണയുള്ളത്? ഞാനിവിടെ നിന്ന് ഇറങ്ങിയാലും കുട്ടാപ്പനെ നോക്കിക്കോളാന്ന് അമ്മ വാക്ക് കൊടുത്തിട്ടുണ്ടാവും അല്ലേ? എന്താ സംശയം? പണ്ടേ അതായിരുന്നല്ലോ നാത്തൂൻ്റെ പ്ലാൻ. നിനക്ക് ഈ അമ്മായി ഉണ്ട് മോളെ. ഞാൻ കൊണ്ടുപോകും നിന്നെ മോളെ പൂക്കൊടിയിലേക്ക്. കുട്ടാപ്പൂരെ കൊണ്ട് ബാലനും നാത്തൂനും വന്നെന്ന് തോന്നുന്നു. ഇല്ല, അവിയലും മെഴുക്കുരട്ടിയും കഴിക്കാൻ ഈ വീട്ടിൽ ആർക്കും യോഗമില്ല. ഓ, ഇങ്ങനെയുള്ള കാര്യം കുറച്ച് കഷ്ടം തന്നെ. എന്നെ ഇവിടെ ഇറക്കി വിട്ടിട്ട് ആ ഓട്ടോയിൽ കയറി എങ്ങാണ്ടാ പോയി. ഇതിന് ഏത് കാലത്ത് നേരെ ആവുമോ എന്തോ. ആ ശകുന്തള എപ്പോ വന്ന്? ഞാൻ വന്നേ ഉള്ളൂ. സുഖേടൊക്കെ മാറിയല്ലോ അല്ലേ? ഓ, ഈ സൂക്കേട് ഉടനെ ഒന്നും മാറൂല ശകുന്തളെ. എന്റെ കുട്ടിമണി തിരിച്ചു വരണം, എന്നാലേ എന്റെ സങ്കടം മാറൂ. ഡോക്ടർ ഡിസ്ചാർജ് ചെയ്തതാണോ അതോടെ നിന്ന് ചാടി പോന്നതോ? അതെന്താ നീ അങ്ങനെ ചോദിച്ചത്? എനിക്കിപ്പോ ക്ഷീണവും തളർച്ചയും ഒന്നുമില്ല മോളെ. അതെനിക്കറിയാം. പ്രിയപ്പെട്ട കുട്ടാപ്പു വരുന്നു എന്ന് കേട്ടതോടെ അപ്പച്ചമ്മയുടെ അസുഖമൊക്കെ പമ്പ കടന്നു കാണും. അവൻ വന്നു കഴിഞ്ഞാ പിന്നെ എന്ത് കുട്ടിമണി ഏത് കുട്ടിമണി. മാസങ്ങളായിട്ടുള്ള കാത്തിരിപ്പല്ലേ. ഇങ്ങനെയൊന്നും പറയല്ലേ മോളെ. കുഞ്ഞുമണി നിന്റെ മോളാണെന്ന് നീ വിശ്വസിക്കുന്നത് പോലെ ബാലനും ഇല്ലേ ചില തോന്നലുകള്. ആ തോന്നലുകൾ ശരിയാണെന്ന് വലിയ പരിശോധന നടത്തിയപ്പോ തെളിയുകയും ചെയ്തു. എനിക്ക് ഈ വിഷയം സംസാരിക്കാൻ താല്പര്യമില്ല അപ്പച്ചമ്മേ. ഒരിക്കൽ എന്റെ മോൾക്ക് വേണ്ടി എല്ലാവരെയും എല്ലാത്തിനെയും പ്രാഗി ശപിച്ച് ഈ പടി ഇറങ്ങി പോയവളാണ്. ഇന്നതൊന്നും ആവർത്തിക്കുന്നില്ല. പരാതിയും പരിഭവങ്ങളും ഇല്ലാതെ എന്റെ മോളെ എടുത്ത് ഞാൻ ഈ പടി ഇറങ്ങി. വയലൂരം വീടിന് എന്റെ കൈകൊണ്ടുള്ള അവസാനത്തെ ഊണ് ഒരുക്കിക്കൊണ്ടിരിക്കുക. ഞാൻ അകത്ത് ജോലിയുണ്ട്. മുഴുമിപ്പിക്കാൻ പറ്റുമെന്ന് ഉറപ്പില്ലാത്ത ജോലി. ശകുന്തളെ ഒന്ന് പറഞ്ഞു കൊടുക്ക്, കുട്ടാപ്പു അവളുടെ മോനാണെന്ന്. ആത്മവഞ്ചന കാണിക്കാൻ ഞാൻ പഠിച്ചിട്ടില്ല പച്ചയമ്മേ. കുഞ്ഞുമണി തന്നെയാണ് സീതയുടെയും ബാലന്റെയും മോളെന്ന് എനിക്ക് ഉറപ്പാ. DNA വീണ്ടും പരിശോധിച്ചപ്പോ കള്ളത്തരം കാണിച്ചു കാണും. അയ്യോ, കള്ളത്തരം നടന്നത് ആദ്യത്തെ പ്രാവശ്യമോ ശകുന്തളെ? മതികല രാക്ഷസി അവിടെ ശില്പന്തികളും ചേർന്ന് തട്ടിപ്പ് കാണിച്ചു. ഇപ്പൊ നടന്നതാ ശരിയായ പരിശോധന. ഇതൊക്കെ വിശ്വസിക്കാൻ ഞാനും എന്റെ സീതമോളും പൊട്ടികളല്ല. കുഞ്ഞുമണിമോളുടെ പേരിലാണ് തമ്പി സാറ് കോടികളുടെ സ്വത്ത് എഴുതി വെച്ചിരിക്കുന്നത് അറിഞ്ഞപ്പോൾ മുതലാ അവളെ പിടിച്ചെടുക്കാൻ വേണ്ടി മനസ്സുജൻ സൂത്രപ്പണികൾ തുടങ്ങിയത്. കുഞ്ഞുമണിമോൾ അവന്റെ കൊച്ചാണെന്ന് ബാലനെ പറഞ്ഞ് അവൻ വിശ്വസിപ്പിച്ചു. ആദ്യത്തെ DNA ഫലം വന്നപ്പോൾ അവന്റെ നാടകം പൊളിഞ്ഞു. പിന്നെയും ബാലനെ എരിവ് കയറ്റി വീണ്ടും ചോര ഒടിപ്പിച്ചു. എന്നിട്ട് മനസ്സിനെ കൃത്രിമം കാണിച്ച ഫലമായി ഇപ്പൊ വന്നിരിക്കുന്നത്. ഞങ്ങളത് വിശ്വസിക്കത്തില്ല. കോടീശ്വരിയായി കുഞ്ഞുമണിയെ തട്ടിയെടുക്കാൻ വേണ്ടി മനസ്സുജൻ നടത്തുന്ന കളികളാ ഇതൊക്കെ. എന്റെ നകുലനെ അവൻ അതിന് കൂട്ടുപിടിച്ചിരിക്കുക. നിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി. സീതയും കുഞ്ഞുമണിയെ ഇവിടെ നിറക്കി നിനക്ക് നിന്റെ മോനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം അല്ലേ? അതോടെ തമ്പി അദ്ദേഹത്തിന്റെ സ്വത്തുക്കൾ മുഴുവനും അനുഭവിക്കാന്നാണോ നീ കരുതിയത്? നിന്റെ പരിപാടിയൊന്നും ഇവിടെ നടക്കത്തില്ല. ഇപ്പം ഈ നിമിഷം ഇവിടെ ഇറങ്ങിക്കൊള്ളണം. ഞാൻ പോകില്ല. ശകുന്തള ഇവിടുന്ന് പോകുന്നുണ്ടെങ്കിൽ അത് സീതയുടെയും കുഞ്ഞുമണിമോളുടെ ഒപ്പമായിരിക്കും. എനിക്ക് നിന്നെ ഞാൻ ഇവിടെ ചവിട്ടി ഇറക്കൂടി. എങ്കിൽ ഒന്ന് കാണട്ടെ. അത്രക്കായോടി രാക്ഷസി. പൂതനെ, നിന്റെ അമ്മയാടി പൂതന. നിങ്ങളുടെ അമ്മൂമ്മയെ രാക്ഷസി. കുട്ടാപ്പിയില്ല, ഒരു ലുട്ടാപ്പിയില്ല. ബാലൻ തനിച്ചേ ഉള്ളൂ. കണ്ടോടി, ഞങ്ങളുടെ രാജകുമാരൻ വരുന്നത് നീ കണ്ണു നിറച്ച് കണ്ടോ? എന്റെ മോനെ ഇങ്ങതാ, എന്റെ കണ്ണ് നിറച്ച് ഞാനൊന്ന് കാണട്ടെ. എന്താ വൈകിയത്? ഇവന് കുറച്ച് ഡ്രസ് എടുക്കാൻ കയറി അപ്പച്ചമ്മ. അപ്പച്ചമ്മ ഡിസ്ചാർജ് ചെയ്തല്ലേ? എന്റെ കുഞ്ഞു വരുമ്പോ എനിക്ക് അവിടെ അടങ്ങി കിടക്കാൻ പറ്റുമോ? ഞാനിങ്ങി പോന്നു വനജെ. എല്ലാരും വന്ന കാലം നിൽക്കാതെ അകത്തേക്ക് വാ. സീതമോള് കാത്തിരിക്കുക.
ഒരു സദ്യ തന്നെ ഒരുക്കിയിട്ടുണ്ട് എല്ലാവർക്കും. ഞാൻ മോനെ കൊണ്ടുവന്ന് കിടത്തിയിട്ട് വരാം. നീ ധൈര്യമായിട്ടിരിക്കും ബാല. മോളെ, നീ നമ്മുടെ കുട്ടാപ്പൂനെ കണ്ടില്ലേ? നമ്മുടെ കുട്ടാപ്പോ എന്നാര് പറഞ്ഞു? സീതേ, പരിഹാരമില്ലാത്ത പ്രശ്നങ്ങളൊന്നും ഈ ലോകത്തില്ല. നമുക്ക് സംസാരിക്കാം. അപ്പച്ചയും അവനെ അകത്തോണ്ടേ കിടത്തട്ടെ. ഈ കുഞ്ഞിനെ അകത്ത് കയറ്റിയുണ്ടല്ലോ, എന്റെ മോളെ കൊണ്ട് ഞാൻ ഇവിടെ ഇറങ്ങുമെന്നുള്ള എന്റെ തീരുമാനത്തിന് മാറ്റമൊന്നും ഉണ്ടാവില്ല ബാലേട്ട. ആഹാ, അതിന് നിന്നെ ഞങ്ങൾ വിട്ടിട്ട് വേണ്ടേ? വയലോരം വീട്ടിലെ ബാലന്റെ പെണ്ണാണ് നീ. കുട്ടാപ്പവും കുഞ്ഞുമണിയും ഇവിടത്തെ കുട്ടികളും എല്ലാരും ഇവിടെ തന്നെ ഉണ്ടാവും. ഈ അപ്പച്ചി അമ്മ കണ്ണടയ്ക്കുന്നത് അത് അപ്പച്ചമ്മയുടെ തോന്നല. ഞാൻ കുഞ്ഞിനെ കിടത്തിയേച്ചു വരാം. മോളെ, സ്വന്തം കുഞ്ഞിനെ കുറിച്ച് നിനക്ക് ചില തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ട്. അതൊക്കെ തിരുത്താൻ വേണ്ടിയാ അമ്മ കൂടി ബാലന്റെ ഒപ്പം വന്നത്. തെറ്റിദ്ധാരണകൾ എനിക്കല്ലമ്മേ, നിങ്ങൾക്കൊക്കെയാ. അത് തിരുത്താൻ ഇത്രയും കാലം ഞാൻ ശ്രമിച്ചു. നടക്കില്ലെന്ന് എനിക്കിപ്പോ ബോധ്യായി. സീത ഈ വീട്ടിൽ നിന്നിറങ്ങും, തീർച്ച. DNA പരിശോധനയുടെ ശാസ്ത്രീയതയെക്കുറിച്ച് എന്നേക്കാൾ നന്നായിട്ട് അറിയാവുന്നോളാ നീ. കണ്ണു തുറന്ന് നിനക്ക് ചുറ്റുമുള്ള സത്യത്തെ ഒന്ന് നോക്കിക്കണ്ടാ മാത്രം മതി. കുട്ടാപ്പ് നമ്മുടെ മോനാണെന്ന് തെളിഞ്ഞതല്ലേ? ടെസ്റ്റിൽ കൃത്രിമം കാണിച്ചതൊക്കെ ഈ നാട്ടിൽ പാട്ടാ. വാര്യത്തെ മാധവമ്മ ഇന്നലെയും കൂടി പറഞ്ഞതേ ഉള്ളൂ. ബാലന്റെ മോളെ തട്ടിയെടുക്കാൻ വേണ്ടി മനസ്സിജൻ കളിക്കുന്ന കളിയാ ഇതെന്ന്. ഇനി ഒരു അക്ഷരം മിണ്ടിയാ നിങ്ങളുടെ നാവരിഞ്ഞ് താഴെ ഞാൻ. എന്നെ പേടിപ്പിക്കൊന്നും വേണ്ട. ഞാനേ പൂക്കോട്ട് രാഘവന്റെ ഭാര്യയാ. എന്നെ തൊട്ടാൽ ചോദിക്കാനേ നിന്നേക്കാൾ കരുത്തനായി എന്റെ മോനുണ്ടടാ. എരുതിയിൽ എണ്ണ ഒഴിക്കാതെ ഒന്ന് മിണ്ടാതിരിക്കുന്ന നാത്തൂനെ. കൊള്ളാം. എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരാരും ഒന്നും മിണ്ടാൻ പാടില്ല. നിങ്ങൾക്കൊക്കെ എന്തും പറയാം അല്ലേ? ആ, അങ്ങനെ ചോദിക്കും മോളെ. നിന്റെ പിന്നിൽ ഈ അമ്മായി ഉണ്ടടി മോളെ. അമ്മായിയോ? സീതയ്ക്കും കുഞ്ഞുമണിക്കും പിന്നിൽ നിൽക്കാൻ ഈ വയലോരം വീടുണ്ട്. നിന്റെ ഒരു സഹായം ഇവിടെ ആർക്കും വേണ്ട. എന്റെ പിന്നിൽ നിൽക്കാൻ വയലോരം വീടുണ്ടായിട്ടാണോ എന്റെ വാക്കുകളെ അവഗണിച്ച് ആ കുഞ്ഞിനെ ഈ വീട്ടിൽ കയറ്റി പ്രതിഷ്ഠിച്ചത്? ആ കുഞ്ഞോ? അവൻ നമ്മുടെ ചോരയാ സീതേ. നീ പ്രസവിച്ച നമ്മുടെ കുഞ്ഞ്. ഇത്രയും കാലം അനാഥനായിരുന്ന അവൻ ഇപ്പൊ സനാതന. ആയിക്കോട്ടെ, ആ സനാതനെ ബാലേട്ടനെ അപ്പച്ചമ്മയും കൂടെ എടുത്തങ്ങ് താലോലിച്ചോ. എനിക്ക് വേണ്ട. എനിക്ക് എന്റെ മോളെ മാത്രം മതി. ഇങ്ങനെയൊന്നും പറയാതെ മോളെ. നിന്റെ മോള് കുഞ്ഞുമണിയാണെന്ന് തന്നെ നീ വിശ്വസിച്ചോ? അവളുടെ കൂട്ടത്തിൽ ഇത്തിരി സ്നേഹവും പരിഗണനയും കുട്ടാപ്പൂന് കൊടുത്ത അവനും ജീവിക്കാം. അയ്യോടാ, ഇത് നല്ല കൂത്തായി പോയി. സ്നേഹവും പരിഗണനയും മാത്രം കൊടുത്താൽ ലുട്ടാപ്പി അങ്ങ് വളരുവോ? വല്ലതും കഴിക്കാനും കൊടുക്കണ്ടേ? സീത കുഞ്ഞുമണി മോൾക്ക് പാല് കൊടുക്കുമ്പോ അവൻ വായും പൊളിച്ച് വെള്ളമിറക്കി കിടക്കണ്ടേ? ഈശ്വര, എന്റെ കുഞ്ഞുമണി മോൾക്ക് വല്ല വയറിളക്കം പിടിക്കാതിരുന്നാ മതിയായിരുന്നു. ഇവരെ ഇനിയെ കൊല്ലും. ആട്ടിൻകുട്ടികളെ തമ്മിലടിപ്പിക്കുന്ന ചെന്നായ ഇവര്. ആഹാ, എവക്കുള്ള പണി ഞാൻ കൊടുത്തോളാം. അങ്ങോട്ട് ഇറങ്ങണേ. അമ്മ ഈ തൊട്ടു പോരുത് അപ്പച്ചമ്മേ. പല കാര്യങ്ങളിലും അമ്മായിയോട് എനിക്ക് യോജിപ്പില്ലെങ്കിലും ഇപ്പൊ പറഞ്ഞതിൽ എന്താ തെറ്റ്? എന്റെ മോൾ അനുഭവിക്കേണ്ട ഒരു സൗഭാഗ്യവും വേറൊരാൾക്കും കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല. ഇനി കൂടുതൽ വർത്താനമൊന്നും വേണ്ട മോളെ. കുഞ്ഞുമണി എടുക്ക്, നമുക്ക് ഇറങ്ങാം. അതെ, ഇറങ്ങാം. അവിയലിന്റെ കഷ്ണങ്ങൾ അടുപ്പത്ത് വേകുന്നുണ്ട്. തേങ്ങ അരച്ചത് പാത്രത്തിലുണ്ട്, ചേർത്ത് വാങ്ങണം. സീത ജോലി മതിയാക്കി പോവാ. ബാല, അവളെ വിടരുത്. ഒരു കാരണവശാലും വിടരുത്. സീതേ, നിന്നെ മോളെ ഞാൻ ഇവിടുന്ന് എങ്ങോട്ടും വിടില്ല. എന്നെ തടയണ്ട ബാലേട്ടാ. നിങ്ങൾക്കെല്ലാവർക്കും കൊട്ടാനുള്ള ചെണ്ടയായിട്ട് ഇനി ഞാൻ ഒരിക്കലും ഇവിടെ നിന്ന് തരില്ല. സീത, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. എടുത്തു ചാടി തീരുമാനം എടുക്കാതെ നീ ഒന്ന് ആലോചിക്കുക സീതേ. ആരും ഇല്ലാത്തൊരു കുഞ്ഞിനെ കൂടി നിന്റെ മകൾക്കൊപ്പം വളർത്തുമെന്ന് കരുതിയാൽ മതി. അതൊരു പുണ്യപ്രവൃത്തിയാ. നിനക്കും കുഞ്ഞുമണിക്കും ആ പുണ്യം കിട്ടുന്നത്. എനിക്ക് ആ പുണ്യം വേണ്ട. കിട്ടിയിടത്തോളം പുണ്യങ്ങൾ തന്നെ ധാരാളം. നീ എവിടേക്ക് പോവും? നിന്റെ തോന്നുവാസത്തിനൊക്കെ ഞാൻ കൂട്ടു നിൽക്കും നിനക്ക് തോന്നുന്നുണ്ടോ? പറഞ്ഞു കൊടുക്കുമോളെ, നീ ഇനി പൂക്കോടിയിലുണ്ടാവുമെന്ന്. പൂക്കൊടിയിലോ? അതെ,
സീതയും കുഞ്ഞുമണിയും ഞാനും എന്റെ മോളും പൊന്നു പോലെ നോക്കും. പിന്നെന്റെ നകുലനും. ഓഹോ, അപ്പൊ അതായിരുന്നു നിങ്ങളുടെ ഉദ്ദേശം അല്ലേ? പഴയതുപോലെ വാക്ക് വല്ലതും കൊടുത്തോ മോളെ? കുഞ്ഞുമണിയെ സ്വീകരിച്ചാൽ നകുലന്റെ... നിർത്തുന്നുണ്ടോ ഈ വില കുറഞ്ഞ വർത്തമാനം? ഇവിടുന്ന് ഇറങ്ങുമ്പോ അമ്മ എന്റെ ഒപ്പം ഉണ്ടെങ്കിൽ ഞാൻ നേരെ എന്റെ വീട്ടിൽ ചെല്ലും. ഇല്ലെങ്കിൽ ഏതെങ്കിലും ക്ഷേത്രത്തിന്റെ നടയിലുണ്ടാവും ഞാനും എന്റെ മോളും. അങ്ങനെ ആൾക്കാർ ജീവിക്കുന്നുണ്ടല്ലോ. സീതേ, സമ്മതിക്കില്ല, സമ്മതിക്കില്ല ഞാൻ. വരും ജന്മങ്ങളിൽ പോലും ഈ ബാലന്റെ പെണ്ണായി ജീവിക്കാൻ മോഹിച്ചോളെ ഞാൻ എങ്ങോട്ടും വിടില്ല. എന്നെ ബാലേട്ടൻ കൈയൊഴിഞ്ഞ് കഴിഞ്ഞു. ബാലേട്ടൻ കുട്ടാപ്പ് ഇവിടെ വന്ന് കയറിയ നിമിഷം അഗ്നിസാക്ഷിയായി ബാലേട്ടൻ എന്നെ പിടിച്ച കൈ മനസ്സുകൊണ്ട് വിട്ട് കഴിഞ്ഞു. സ്നേഹം ഉണ്ടെങ്കിൽ നീ ആ ലുട്ടാപ്പിയെ എടുത്തെടുത്ത് കൊണ്ട് കളഞ്ഞിട്ട് വാ ബാല. അപ്പൊ സീതമോൾ ആലോചിക്കും നിന്റെ കൂടെ പൊറുക്കണോ വേണ്ടയോ. കൊല്ലല്ലേ. എന്നെ പോലെ തന്നെ ബാലേട്ടന് വിശ്വാസങ്ങൾ ഉണ്ടാവും. അതിനെയൊന്നും മുറിവേൽപ്പിക്കാൻ ഞാനില്ല. കുട്ടാപ്പൂനെ ഉപേക്ഷിക്കണമെന്നൊന്നും ഞാൻ പറയില്ല. പകരം എന്റെ മോളെ എടുത്ത് ഞാൻ ഇറങ്ങുക. ശരി, അതാണ് നിന്റെ തീരുമാനമെങ്കിൽ ആയിക്കോ. പക്ഷേ ഇത്രയും കാലം നീ എന്നെ അപ്പച്ചിയമ്മയെന്ന് വിളിച്ചില്ലേ? അതിന്റെ പേരിൽ ഒരു ഉപകാരം കൂടി ചെയ്യണം. എന്താ? ഓ, അവിയൽ വാങ്ങി വെച്ചിട്ട് പോണമെന്നായിരിക്കും പറഞ്ഞു വരുന്നത്. പിന്നെ എടുത്തങ്ങ് വെട്ടി വിഴുങ്ങിയാ മതിയല്ലോ. അതും മിണ്ടരുത്. അപ്പച്ചമ്മ പറയട്ടെ. മോളെ, കുട്ടാപ്പൂനെയും കുഞ്ഞുമണിയെയും ഞാൻ അടുത്തടുത്ത് കിടത്തിയിട്ടുണ്ട്. കുഞ്ഞുമണിയെ എടുത്ത് പോകുന്നതിന് മുമ്പ് നീ 2 കുഞ്ഞുങ്ങളെയും സൂക്ഷിച്ചു നോക്കണം. നല്ല ചായയുണ്ട് 2 പേർക്ക്. അവരെ നീ സൂക്ഷിച്ചു നോക്കുന്ന നിമിഷം നിനക്ക് മനസ്സിലാകും ഏതാ സത്യം ഏതാ കള്ളമെന്ന്. ഞാൻ വിശ്വസിക്കുന്ന ദൈവങ്ങള് നിന്റെ മനസ്സിൽ നന്മയുടെ പ്രകാശം നിറയ്ക്കും. ശാരദേ, ഇനി നിങ്ങൾ തന്നെ തീരുമാനിക്ക്. എന്റെ പരുത്തിക്കാവിലമ്മേ. ദൈവങ്ങളും ആത്മാക്കളും ഒന്നുമല്ല ഈ വയലോരം വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനാ. സീതയെ ഞാൻ ഇവിടുന്ന് വിടില്ല. ഇത് കള്ളക്കളിയാ. വാക്ക് പറഞ്ഞാൽ വാക്കായിരിക്കണം. സീതമോള് കുഞ്ഞുമണിയെ എടുത്തോണ്ട് ഇറങ്ങാൻ തീരുമാനിച്ചാ പിന്നെ ആരും എതിര് നിൽക്കരുത്. ഞങ്ങൾ അങ്ങ് പോവും. എടാ ബാല, നീ വിഷമിക്കണ്ട. ഞാൻ അവളെ അമ്പലത്തിന് മുമ്പിൽ വിട്ടിട്ട് പോകുന്നില്ല. പൂക്കൊടിയിലേക്ക് തന്നെ കൊണ്ടുപോകും. നീ ആരാണെന്ന് എനിക്കറിയില്ല. ഇത്തിരിയില്ലാത്ത നിന്നോട് എനിക്കൊരു ശത്രുതയുമില്ല. നിനക്ക് നല്ലത് മാത്രം വരട്ടെ മോനെ. അപ്പച്ചമ്മേ, അപ്പച്ചിയമ്മ പറഞ്ഞ പരീക്ഷണത്തെ ഞാൻ അതിജീവിച്ചു. 2 പേരും കുഞ്ഞുങ്ങളാണ്, ഒരേ പ്രായക്കാരുമാണ്. അതുകൊണ്ടായിരിക്കും അപ്പച്ചിയമ്മയ്ക്ക് ഛായ തോന്നിയത്. അവൻ കുട്ടിമണിയുടെ മോനാണെന്ന് പോലും നിനക്ക് തോന്നിയില്ലേ മോളെ? ഇവളുടെ അച്ഛനായി
കുട്ടാപ്പൂന്റെ അമ്മാവനായിട്ട് ഞാൻ ജീവിച്ചോളാം സീത. നീ പോകരുത്. പോയേ പറ്റൂ ബാലേട്ട. അവനിവിടെയുള്ള ഓരോ നിമിഷവും ബാലേട്ടന്റെ മോളെ വെറുക്കും. അത് സഹിക്കാനാവില്ല എനിക്ക്. ഞാൻ വാക്ക് തരാം, ഒരിക്കലും ഞാനിവിടെ വെറുക്കില്ല. കുട്ടാപ്പൂനൊക്കെ കൂടുതൽ ഞാനിവിടെ സ്നേഹിക്കാം. സ്നേഹത്തിന് അങ്ങനെ അളവ് നിശ്ചയിക്കാൻ പറ്റില്ല ബാലേട്ട. മനസ്സിലെ ചാഞ്ചാട്ടം കൊണ്ട് കൂടുകയും കുറയും ചെയ്യുന്നതാ സ്നേഹം എന്ന വികാരം. ഇപ്പൊ ഈ നിമിഷം എന്നെക്കാളും ഇവളെക്കാളും ബാലേട്ടന് വലുത് കുട്ടാപ്പുവാണ്. അതെനിക്കറിയാം. നിങ്ങളോട് ആരോടും എനിക്ക് ഒരു വിരോധവും ഇല്ല. എന്റെ വിധിയെ മാത്രം പഴിച്ച് ഞാൻ ഇവിടെ ഇറങ്ങാം. വിടില്ല നിന്നെ ഞാൻ. വിട്ടേക്ക് ബാല, അവള് പോട്ടെ. ഇത്രയൊക്കെ ആയിട്ട് സത്യം മനസ്സിലാക്കാൻ അവൾക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ അതിനർത്ഥം മനസ്സുകൊണ്ട് ഇവൾ ഇതുവരെ അമ്മയായിട്ടില്ലെന്നാ. എവിടെയാണെന്ന് വെച്ചാ പോട്ടെ. അപ്പച്ചി മിണ്ടരുത്. മോളെങ്കിതാ. കുഞ്ഞിനെങ്കിതാ ബാലേട്ട. ഇല്ല, ഇവിടെ തന്നല്ല നീ പോവും. ഞാൻ തരില്ല, ഇവിടെ തരില്ല. ഇല്ല, തന്നേ പറ്റൂ. ബാലേട്ടന് അവളുടെ മേലെ ഒരു അവകാശവും ഇല്ല. അവകാശമില്ലാത്ത നിനക്കാ. ഇത് സിജന്റെ കുട്ടിമണിയുടെ മോളാ. സിജമെന്ന് ചോദിച്ചാ ഏത് നിമിഷം എനിക്ക് കൊടുത്തേ പറ്റൂ. ഓഹോ, അതാണല്ലേ ഭാവം. എങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഞാൻ സീതേ, സീതേ, എന്റെ കുഞ്ഞിനെ ഈ നിമിഷം എനിക്ക് കിട്ടിയില്ലെങ്കിൽ, ഞങ്ങളെ പോവാൻ അനുവദിച്ചില്ലെങ്കിൽ, നിങ്ങളെല്ലാം മുമ്പിൽ കിടന്ന് പെടഞ്ഞ ചാവ ഞാൻ. സീതേ, മോളെ, ഒറ്റ വലിക്ക് എല്ലാം തീരും. പിന്നെ എന്റെ മോളെ സിജന് വിട്ടുകൊടുക്കാം. കുട്ടാപ്പൂനെ ബാലേട്ടന് വളർത്താം. അടുത്ത ജന്മത്തിലെങ്കിൽ എന്റെ മോളെ എനിക്ക് നന്നായിട്ട് വളർത്താൻ പറ്റണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ കണ്ണടക്കട്ടെ ബാലേട്ടാ. വേണ്ട, വേണ്ട. കുഞ്ഞിനെ താ ബാല. ഞാനും എന്റെ മോളും കുഞ്ഞുമണി ഞങ്ങളുടെ വീട്ടിലുണ്ടാവും. താ. മോളെ, നാത്തൂരെന്തിനാ സീതമോളെ കൊണ്ടുപോകുന്നത്? നിങ്ങളൊക്കെ ലുട്ടാപ്പിട്ട ആൾക്കാരല്ലേ? എന്റെ മോളുടെ ഭാഗത്താ ഞാൻ. അവളുടെ വിശ്വാസം തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ അവളുടെ കൂടെ നിൽക്കും. ഏതെങ്കിലും അമ്പലത്തിന് മുൻപിൽ നടതള്ളാൻ വേണ്ടിയല്ല ഞാൻ ഇത്രയും കാലം എന്റെ മോളെ വളർത്തിയത്. നല്ല തീരുമാനമാ വനജെ. സീതയ്ക്കൊപ്പം നീ ഉണ്ടാകണം എന്നും. ഇനി ചിലപ്പോ നമ്മൾ തമ്മിൽ കണ്ടെന്ന് വരില്ല ബാലേട്ട. കുട്ടാപ്പൂനെ വളർത്താൻ വേണ്ടി മറ്റൊരു ഭാര്യയെ ബാലേട്ടൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ തടസ്സം നിൽക്കൂല. സീത കാത്തിരുന്നോളാം. അടുത്ത ജന്മം വരെ വയലൂരി വീട്ടിലെ ബാലചന്ദ്രന്റെ ഭാര്യയെ ജീവിക്കാം. വരട്ടെ അപ്പച്ചമ്മ. ബാല, അവള് പോയടാ. എനിക്ക് കാണണം. കണ്ണിൽ നിന്നും മറയുന്നത് വരെ എനിക്ക് എന്റെ സീതമോളെ കാണണം. അനർത്ഥങ്ങളിലേക്കാണല്ലോ കുഞ്ഞനീ വന്നത്. പെറ്റമ്മ തിരിച്ചറിയാത്ത മകൻ. ഇതിലും ഭേദം നീ പിറക്കാതെ പോകുന്നതായിരുന്നു. മോനെ ബാല, എല്ലാത്തിനും കാരണക്കാരി ഞാനാ. സിജനെ കൊണ്ട് കുഞ്ഞുമണിയെ ഇങ്ങോട്ട് വാങ്ങിക്കേണ്ട കാര്യമില്ലായിരുന്നു. നമ്മുടെ കുഞ്ഞിന്
പോലീസ് തെരഞ്ഞ് കണ്ടുപിടിക്കട്ടെ എന്ന് വെച്ചാ മതിയായിരുന്നു. നന്മയ്ക്ക് വേണ്ടി അപ്പച്ചിയമ്മ ചെയ്തതൊക്കെ ആ നന്മ തിരിച്ചറിയാൻ സീതയ്ക്ക് പറ്റിയില്ല. അതല്ലേ സത്യം. എന്നാലും ചെയ്തതൊക്കെ പിഴച്ചല്ലോ മക്കളെ. സാരമില്ല അപ്പച്ചിയമ്മേ, വിധിച്ചതേ നടക്കൂ. നമ്മൾ വിചാരിച്ച തലയിലെടുത്ത് മാറ്റിയിടാൻ പറ്റൂ. എല്ലാത്തിനും ഓരോരോ സമയമുണ്ട്. ഒരുമിച്ച് ജീവിക്കാൻ ഒരു കാലം, പിരിയാൻ മറ്റൊരു കാലം, ചിരിക്കാനൊരു കാലം, കരയാൻ മറ്റൊരു കാലം. ശ്രീരാമന്റെ നാളെ എൻ്റെ എന്ന് അപ്പച്ചേപ്പൻ പറയാറില്ലേ? വിവാഹം കഴിഞ്ഞ അല്പകാലം ദാമ്പത്യം, പിന്നെ വനവാസം, വിരഹം, സന്തോഷത്തോടെ പട്ടാഭിഷേകം കഴിഞ്ഞ വീണ്ടും വിരഹം, പുത്രദുഃഖം അനുഭവിച്ച് തീർക്കുക തന്നെ. ഒരു കാര്യത്തിൽ മാത്രം സന്തോഷമുണ്ട്. ഒരുമിക്കാൻ അടുത്ത ജന്മം വരെ കാത്തിരിക്കാൻ തയ്യാറാണെന്ന് അവള് വാക്ക് തന്നില്ലേ? ഞാനും കാത്തിരിക്കാം അപ്പച്ചിയമ്മേ. അവൾ ആഗ്രഹിക്കുന്ന കുഞ്ഞുമണിയും ഇവനും അടുത്ത ജന്മത്തിൽ ഞങ്ങളുടെ മക്കളായി പിറക്കട്ടെ. അടുത്ത ജന്മം വരെ കാത്തിരിക്കാനൊന്നും ഈ അപ്പച്ചമ്മയ്ക്ക് മനസ്സില്ല മക്കളെ. നിങ്ങളെ ഞാൻ ഒരുമിപ്പിക്കും. വയലോരം വീട്ടിൽ സന്തോഷവും സമാധാനവും കളിയാടുന്നത് കണ്ടിട്ടേ ഞാൻ കണ്ണടയ്ക്കും. മക്കളെ, സീത കുഞ്ഞുമണിയം കൊണ്ടുപോയ കാര്യം മനസ്സുജനെ വിളിച്ച് പറയണ്ടേ? അവനല്ലേ ഒരിക്കൽ പോയ സീതയെ വയലോരം വീടിന് തിരിച്ചു തന്നത്? ഒരിക്കലല്ല അപ്പച്ചിയമ്മേ, 2 പ്രാവശ്യം. 3 മാസത്തെ തിരോധാനത്തിന് ശേഷം ആദ്യം, പിന്നെ സ്വന്തം മോളെ നമുക്കായി ത്യജിച്ച് 2ാം വട്ടം. വിളിച്ചു പറഞ്ഞ സിജനൊരു 3ാം ഊഴത്തിന് ശ്രമിക്കുമെന്ന് എനിക്ക് ഉറപ്പാ. പക്ഷെ ഞാൻ അവനെ വിളിക്കുന്നില്ല. അതെന്താ മക്കളെ? കുട്ടിമണിയെ കാണാനില്ലാത്ത കാരണം ആകെ തകർന്നു നിൽക്കോ സിജൻ. അതിനിടയിൽ ഇതുകൂടി അറിഞ്ഞ ഞാൻ നിങ്ങളെ ഏൽപ്പിച്ച കുഞ്ഞെവിടെയെന്ന് അവൻ ചോദിച്ച നമ്മൾ എന്ത് ചെയ്യോ അപ്പച്ചേമ്മേ? എന്ന് വെച്ച് എത്ര കാലം മറച്ചു വയ്ക്കാൻ പറ്റൂ ഇതൊക്കെ? പറ്റുന്നത്ര ദിവസങ്ങൾ, അല്ലെങ്കിൽ മണിക്കൂറുകൾ. ഞാൻ അവനെ അങ്ങോട്ട് വിളിക്കുന്നില്ല. അവൻ വിളിച്ച കുഞ്ഞുമണി അന്വേഷിച്ചാൽ മാത്രമേ സത്യം പറയൂ. Yeah.